ഇത്രയും വലിയൊരു ഏറ്റവും തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എം ലോറൻസ് തങ്കച്ചൻ. അപ്പോൾ ഇത്രയും ഒരു അവസാന കാലഘട്ടത്തിൽ ഈ സമയം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരു ദൗർഭാഗ്യകരമായി പോയില്ലേ? അങ്ങനെ അപ്പൻ്റെ ജന്മത്തിൽ അപ്പൻ കുട്ടിക്കാലത്ത് ഈ ഇതുപോലത്തെ ഒരു വൃത്തികെട്ട ആശയത്തിൽ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ആശയത്തിൽ പെട്ടുപോകണമെന്നുള്ളത് അപ്പൻ്റെ വിധിയാണ്. അപ്പൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇങ്ങനെ പോകണമെന്നുള്ളത് അപ്പച്ചൻ്റെ വിധി. എനിക്ക് ഇതുപോലെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് ഈ രാത്രി അപ്പം മരിച്ചു കിടക്കുന്ന ദിവസം ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്നത് നേരത്തെ എഴുതപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നു പോണത്. പിന്നെ അപ്പൻ കാതലായിട്ട കാര്യം, അപ്പൻ ക്രിസ്ത്യാനിയാണ്. അപ്പൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്പം മാറിയിട്ടില്ല ഒരിക്കലും. ഇലക്ഷൻ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം എടുത്ത് നോക്കുക, അതിലെഴുതി കാണുമല്ലോ. പിന്നെ അപ്പച്ചൻ വിടുതൽ മേടിച്ചിട്ടില്ല പള്ളിയിൽ. ഇടവക അംഗമല്ലെന്ന് അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇടവക അംഗം ആ ഒരു എന്താ പറയുക, ആ ഒരു പോസ്റ്റ് എന്നാണോ പറയേണ്ട, ആ ഒരു അലങ്കാര പദവി എന്തായിക്കോട്ടെ, ആ ഒരു പദവിയിൽ നിന്ന് അപ്പനെ മാറ്റണമെന്നോ സഭയുടെ ഒന്നും അപ്പൻ പറഞ്ഞിട്ടില്ല കമ്മ്യൂണിസ്റ്റായിട്ടും. അവസാനമായിട്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചത്? കോടതി തീരുമാനിക്കട്ടെ. കോടതി ഇപ്പോൾ മെഡിക്കൽ കോളേജിനോടാവും അവിടെ തീരുമാനിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ പറഞ്ഞു കയ്യേറ്റം ചെയ്തു എന്നൊക്കെ ഇപ്പോൾ സമയം പറഞ്ഞു. അതിന് പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പരാതി ഇന്ന് രാവിലെ DGPക്കും ഇവിടുത്തെ IG പോസ്റ്റല്ലേ പോലീസ് കമ്മീഷണർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ രാവിലെ വാട്സപ്പ് ത്രൂ അയച്ചിട്ടുണ്ടായിരുന്നു. ഏത് വിഷയത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ്, അപ്പോൾ പാർട്ടി എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, പോലീസ് പ്രൊട്ടക്ഷൻ തരണമെന്നും പറഞ്ഞ് 5:30 മണിക്കാണ് കടവന്ത്ര പോലീസ് SI വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പരാതി. ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു. ഇങ്ങോട്ട് വന്നപ്പോൾ താങ്കൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പം CA വിളിച്ചു എന്നും പറഞ്ഞു. മോൻ തിരിച്ചു വിളിച്ച് എനിക്ക് കണക്ട് ചെയ്തു തന്നു. രാജേഷ് എന്ന പേര്, കടവന്ത്ര CA. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി കിട്ടി, CA അപ്പോൾ തന്നെ SI വിളിച്ചല്ലോ, ഞങ്ങൾക്ക് വൈകിട്ട് കിട്ടിയത്. ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞു, എന്നെ ഉപദ്രവിക്കാനുള്ളത് ഉപദ്രവിച്ചു. അവിടെയും പോലീസ് ഉണ്ടായിരുന്നു, ഒരാളും അനങ്ങിയില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താണ്, അതിൽ എന്തെങ്കിലും പരാതി പ്രത്യേകം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോന്നാണ് ചോദ്യം. അത് ഞാൻ എൻ്റെ വക്കീലിനോട് ആലോചിക്കണം, മോനോട് ആലോചിക്കണം. മോനോടും എൻ്റെ വക്കീലിനോടും എനിക്ക് ആലോചിച്ചിട്ട് ഞാൻ ചെയ്യും. പരാതി ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. അവർ പിന്നെ ഈ മെഡിക്കൽ സൂപ്രണ്ടിനോടും പ്രിൻസിപ്പലിനോടും അനാട്ടമി പ്രൊഫസറിനോടും ഞാൻ പറയുവാണ്, നിങ്ങൾ ഈ ക്രൂരതയ്ക്ക് ജില്ലാ സെക്രട്ടറി CN മോഹൻ്റെ ഭീഷണിക്കും ഇൻഫ്ലുവൻസിനും വഴങ്ങിയിട്ട് ഒരു തീരുമാനം എടുക്കരുത്. പോലീസ് പ്രൊട്ടക്ഷൻ തന്നില്ല എന്നാണ് അപ്പോൾ താങ്കളുടെ തന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം വരുമായിരുന്നോ? എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു വനിതാ പോലീസിനെ അവിടെ എവിടെയും കണ്ടു, അവൻ്റെ കാലിലൊക്കെ ചവിട്ടി, അവൻ്റെ മുട്ടുകാലിന് അല്ലെങ്കിൽ തന്നെ വേദനയായിരുന്നു. ചവിട്ടിൽ ചെവിയിൽ വന്ന് പറഞ്ഞിരിക്കുവാണ്. പിന്നെ ഒരുത്തൻ എന്തോ കഴുത്തിന് എന്തോ പിടിക്കാനൊക്കെ എന്തോ പോയി ചെവിയിൽ പറഞ്ഞു നിന്നെ കാണിച്ചു തരാടാ. എന്ത് കാണിക്കുമെന്ന് എനിക്കൊന്ന് നോക്കണം. എൻ്റെ മകനെ ഒരു മൺതരി ഇടാൻ ഞാൻ എൻ്റെ ജീവൻ കൊടുത്തിട്ട് വളർത്തിയ മകനാണ്. ഒരു മൺതരി ഇടാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് ജീവനുണ്ടെങ്കിൽ.